അനുദിന വിശുദ്ധർ ഏപ്രിൽ 19 വിശുദ്ധ ലിയോ ഒമ്പതാമൻ മാർപ്പാപ്പ. അൽസസിലെ കോൺറാഡ് ചക്രവർത്തിയുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ 1002 ജനിച്ച ബ്രൂണോയാണ് പിന്നീട് ലിയോ ഒമ്പതാമൻ മാർപ്പാപ്പയായി പരിശുദ്ധ സിംഹാസനത്തിൽ അവരോധിതനായത്. 1026 ഡീക്കണായിരുന്ന ബ്രൂണോ ചക്രവർത്തിയുടെ കീഴിൽ സൈന്യത്തിൻ്റെ സേനാനായകനായി പല പടനീക്കങ്ങൾക്കും നേതൃത്വം നൽകി. ഈ സമയത്ത് ടൗളിലെ മെത്രാൻ മരണപ്പെട്ടതിനെ തുടർന്ന് ബ്രൂണോയെ മെത്രാനായി തിരഞ്ഞെടുത്തു. ഏതാണ്ട് 20 വർഷത്തോളം അദ്ദേഹം മെത്രാനായ സേവനമനുഷ്ഠിച്ചു. 1048 ദമാസൂസ് രണ്ടാമൻ പാപ്പയുടെ മരണത്തോടെ ബ്രൂണോ ലിയോ ഒമ്പതാമൻ എന്ന നാമം സ്വീകരിച്ച് അടുത്ത മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാപ്പയായതിനു ശേഷം അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ സഭയിൽ നടപ്പിലാക്കി. തൻ്റെ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ധാരാളം യാത്രകൾ നടത്തി. ഇക്കാരണത്താൽ അപ്പസ്തോലനായ തീർത്ഥാടകൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചു. വിശുദ്ധ കുർബാനയുടെ വേളയിൽ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിനെ എതിർക്കുന്ന ബെരൻഗാരിയൂസിൻ്റെ സിദ്ധാന്തങ്ങളെ ലിയോ ഒമ്പതാമൻ മാർപ്പാപ്പ വളരെ ശക്തമായി എതിർത്തു. വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ വിമർശനത്തിന് മാർപ്പാപ്പ കാരണമായെങ്കിലും വിശുദ്ധ ലിയോ ഒമ്പതാമൻ മാർപ്പാപ്പയുടെ അധീശത്വം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണുണ്ടായത്. ഇതിനിടെ മൈക്കൽ സെരാലിയൂരിയൂസ് എന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസിനെ അദ്ദേഹം എതിർത്തു. ഇത് റോമും കിഴക്കൻ സഭകളും തമ്മിലുള്ള പരിപൂർണ വിഭജനത്തിന് കാരണമായി. കുട്ടിയായിരിക്കെ വിഷമുള്ള ഒരു ഇഴജന്തു വിശുദ്ധനെ കടിച്ചുവെന്നും എന്നാൽ വിശുദ്ധ ബെനഡിക്റ്റ് പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധനെ സുഖപ്പെടുത്തിയതായും പറയപ്പെടുന്നു. വിശുദ്ധ ലിയോ ഒമ്പതാമൻ മരണപ്പെട്ടതിന് ശേഷം 40 ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 70ഓളം രോഗശാന്തികൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.